ഇന്ന് ഞാനിവിടെ പണി പാളിയ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോണത്. അപ്പം നിങ്ങൾ എന്തായിരിക്കും ഈ പണി പാളിയ റെസിപ്പി സുധാമ്മയുടേത് എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കിയ ശേഷം കമൻറ്റിലൂടെ അഭിപ്രായം പറയൂ കേട്ടോ. എനിക്കിത് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ചിരിച്ചുകൊണ്ട് കാണുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹായ്, ഞാൻ സുധാ മഴമേഘമാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടത് ഒരു മധുരമുള്ള ബോൾസാണ്. പാല് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് ബോൾസാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. പെട്ടെന്ന് നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കോൺഫ്ലോർ ആണ്, അതൊരു 100 ഗ്രാം ഉണ്ടാവും. ഇത് നമ്മൾ എത്ര അളവിലാണോ എടുത്തിരിക്കുന്നത് അതിന്റെ 1/4 ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് 1 സ്പൂണ് നെയ്യാണ്. അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഈ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാല് ആവശ്യമായിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കുറുക്കുണ്ടാക്കി എടുക്കില്ലേ, അതുപോലെ ആയിരിക്കണം. അപ്പം നമ്മൾ എത്ര കോൺഫ്ലോർ ഇട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് പാല് നമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് ഗ്യാസിലോട്ട് വെക്കാം. നമ്മൾ ഗ്യാസിൽ ഇത് വെച്ച ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾക്കിതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾക്കിങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഇത് നമ്മൾക്ക് ആയി കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ നെയ്യൊക്കെ ഈ പാലിൽ നന്നായിട്ട് ഇപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് നല്ല ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ മിൽക്ക് ബോൾസിനുള്ളത് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ നല്ല പാൽഗോവ പോലെയാണ് നമ്മൾക്ക് കാണുമ്പോൾ തോന്നുന്നത്. കോൺഫ്ലോറും ആ നെയ്യും പാലും 1 നുള്ളു ഉപ്പും അതും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണിത്. അപ്പം നമ്മുടെ മിൽക്ക് ബോൾസിനുള്ള മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് ആറിയ ശേഷം ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ മിൽക്ക് ബോൾസിനുള്ളത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിതെല്ലാം ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പം നിങ്ങൾ എന്തായിരിക്കും ഈ പണിപാളിയ റെസിപ്പി സുധാമ്മയുടേത് എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കിയ ശേഷം കമൻറ്റിലൂടെ അഭിപ്രായം പറയൂ കേട്ടോ.